മാധ്യമങ്ങൾ ഇത്തരം നിയമങ്ങൾ ശരിക്കും ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഈ രൂപത്തിലുള്ള ഒരു നിയമ നിർമ്മാണമാണ് വായ്പ എടുത്താൽ പെട്ടെന്ന് മരണപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനോ ആ കുടുംബത്തിനോ മാരകമായ ഏതെങ്കിലും രോഗം വരുന്നു, കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ തങ്ങളുടേതല്ലാത്ത ഒരു കാരണം കൊണ്ട് അടവ് മുടങ്ങുന്നു. അങ്ങനെ മുടങ്ങിയ വിൽഫുൾ ഡിഫോൾട്ടർ അല്ലാതെ ഇത്തരത്തിൽ അടവ് മുടങ്ങി ജപ്തിയിലേക്ക് വരുന്ന ആളുകൾ, അവരെയാണ് ഈ നിയമം പരിഗണിക്കുന്നത്. എന്നാൽ ഈ 8 ലക്ഷം ബാധ്യതയുണ്ട്, അവർക്കൊരു 3 ലക്ഷമാണ് പരമാവധി അവർക്ക് അടയ്ക്കാൻ കഴിയുന്നുള്ളൂ. ജപ്തി ഒഴിവാക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ബാക്കി 5 ലക്ഷം ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും. കേരള ഏക കിടപ്പാട് സംരക്ഷണത്തിൻ്റെ ബിൽ അത് ഈ നിയമസഭ ചർച്ച ചെയ്തു. ഇപ്പോൾ അത് അംഗീകാരം നൽകിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് കൊണ്ട്, ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം പറഞ്ഞിരിക്കുന്നത് ഈ സർഫാക്സി ആക്ടാണ്, കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിലുള്ളതാണ്, അതുകൊണ്ട് ഇതിന് അംഗീകാരം കിട്ടാൻ സാധ്യതയില്ല എന്ന്. ബില്ല് ഒരു പക്ഷേ ഒരു പേജ് പോലും വായിച്ചിട്ടുണ്ടാവില്ല, വളരെ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് സർഫാസി നിയമവുമായി ഒരു ബന്ധമില്ലാത്ത ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സർഫാസി നിയമത്തിൻ്റെ ഇരകളെ സംരക്ഷിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിക്കകത്തുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, സർഫാസി നിയമത്തിൻ്റെ ഭാഗമായി 1 ലക്ഷം രൂപ മുതൽ മുകളിലുള്ള എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. കോടിക്കണക്കിന് രൂപ എഴുതിത്തള്ളുന്ന ബാങ്കുകൾ സാധാരണക്കാർ ഒരു മരണമോ മാരക രോഗമോ ഒക്കെ വന്ന് അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഏക വീട്ടിൽ നിന്ന് മറ്റൊന്നുമില്ലാത്തവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും നിയമപരമായ പല തടസ്സങ്ങളും വരും. കോടതി ഉത്തരവുകളുണ്ടാകും. മറ്റാർക്കും ഇടപെടാൻ കഴിയാത്ത രൂപത്തിലുള്ള വ്യവസ്ഥകളാണ് സർഫാസി നിയമത്തിനകത്തുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് കേരള നിയമസഭ ഏകകണ്ഠമായൊരു നിലപാട് സ്വീകരിച്ചു. സർഫാസി നിയമത്തിൻ്റെ ഇതിൽ നിന്ന് ഈ ചെറിയ വായ്പ എടുത്തിട്ടുള്ള ആളുകളെ ഒഴിവാക്കണം, 1 ലക്ഷം എന്നുള്ളത് 10 ലക്ഷം രൂപയിലേക്ക് മാറണം, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടെങ്കിലും അതിന്മേൽ ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്രം തയ്യാറായില്ല. പിന്നീട് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ നിയമസഭയുടെ ഒരു അഡ്ഹോക് കമ്മിറ്റി ഈ പ്രശ്നം പരിശോധിക്കുകയുണ്ടായി. അഡ്ഹോക് കമ്മിറ്റിയും കേന്ദ്രത്തോട് ഈ നിയമം ഭേദഗതി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാനും സഹകരണ ബാങ്കുകളെയെങ്കിലും സർഫാസി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെടാനുമാണ് തീരുമാനിച്ചത്. അതിനനുസരിച്ച് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിലും അനുകൂലമായ നിലപാടുണ്ടായില്ല. അതിനെ തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഒരു നിയമം കൊണ്ടുവരുമെന്ന് പറയുകയുണ്ടായി. ഞങ്ങളെല്ലാം മന്ത്രിമാരെ ചുമതലയെടുത്ത് ആദ്യം ചേർന്ന മന്ത്രിസഭ യോഗം എടുത്ത തീരുമാനങ്ങൾ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുമുള്ളതായിരുന്നു. അതിനകത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യവും ഉൾപ്പെടെയുള്ള പുറത്തുനിന്ന് സീനിയർ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയും സർഫാസി നിയമം യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒന്നായതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പരിമിതിയാണ് എടുത്തു കാട്ടിയത്. പിന്നെന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണം വീണ്ടും ഇത്തരത്തിലുള്ള കുടിയിറക്കലുകൾ വരുന്നു. അപ്പോഴാണ് നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, ഇത്തരത്തിലുള്ള കുടിയിറക്കലുകൾ അനുവദിക്കാൻ കഴിയുന്നതല്ല, എല്ലാവർക്കും വീട് നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ലൈഫ് പദ്ധതിയിലൂടെ 6 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ വീടിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. 4,80,000-ത്തിലധികം വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുനർഗേഹം പദ്ധതിയിലൂടെ വീട് നൽകുന്നു. അത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സർക്കാർ ഭരണത്തിലുള്ളപ്പോൾ നിലവിലുള്ള ഏക വീട് പോലും നഷ്ടപ്പെടുന്നത് നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നിയമസഭയിൽ ഗവർണർ തന്നെ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഭവനത്തെക്കുറിച്ചുള്ള അവകാശം ഒരു അടിസ്ഥാന അവകാശമായി, പൗരൻ്റെ അവകാശമായിട്ടാണ് പരിഗണിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നിയമം സർഫാസി നിയമത്തിനുള്ള ഭേദഗതിയല്ല. ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ കേന്ദ്രത്തിന് അനുമതി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യം തീർത്തും അപ്രസക്തമാണ്. സർഫാസി നിയമത്തിന് ഭേദഗതി ഉണ്ടാക്കാനായിട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമില്ല. സർഫാസി നിയമം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ളതാണ്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിന് മാത്രമാണ് നിയമനിർമ്മാണ അധികാരമുള്ളത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം ഉണ്ടാക്കാം. പക്ഷേ കേന്ദ്ര നിയമവുമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രസിഡന്റിന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ പെട്ടുകൊണ്ടാണ് ക്ഷേമ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇത് സർഫാസി നിയമവുമായി ബന്ധപ്പെട്ടൊരു ഭേദഗതിയുമല്ല. തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് വായ്പയടവ് മുടങ്ങിയ ആളുകൾ ഇപ്പോൾ വായ്പ എടുത്താൽ പെട്ടെന്ന് മരണപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനോ ആ കുടുംബത്തിനോ
മാരകമായ ഏതെങ്കിലും രോഗം വരുന്നു, കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ തങ്ങളുടേതല്ലാത്ത ഒരു കാരണം കൊണ്ട് അടവ് മുടങ്ങുന്നു. അങ്ങനെ മുടങ്ങിയ വിൽഫുൾ ഡിഫോൾട്ടർ അല്ലാതെ ഇത്തരത്തിൽ അടവ് മുടങ്ങി ജപ്തിയിലേക്ക് വരുന്ന ആളുകൾ, അവരെയാണ് ഈ നിയമം പരിഗണിക്കുന്നത്. അതിന് തന്നെ വ്യവസ്ഥയുണ്ട്. മുനിസിപ്പൽ നഗര കേന്ദ്രങ്ങളിലാണെങ്കിൽ 5 സെന്റിൽ കൂടുതൽ സ്ഥലം അവർക്കുണ്ടാകാൻ പാടില്ല. ഗ്രാമങ്ങളിലാണെങ്കിൽ 10 സെന്റ് കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഈ വായ്പ ഈട് വച്ചിട്ടുള്ളത് ഒഴികെ മറ്റൊരിടത്തും ഒരു സ്വഭാവത്തിലുള്ള ആസ്തിയോ സ്വത്തോ ഈ കടം വീട്ടുന്നതിന് കഴിയാവുന്ന രൂപത്തിലുണ്ടാകാനേ പാടില്ല. അങ്ങനെയുള്ളവരെയാണ് ഈ നിയമത്തിൻ്റെ പരിഗണനയിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു ആശ്വാസത്തിൻ്റെ നിധി ഗവൺമെൻറ് രൂപീകരിക്കുന്നു. കടത്തിൻ്റെ ഈ നിധി വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും നിന്നുള്ള സഹായമുണ്ട്, അല്ലാതെയുള്ള CSRകളോ മറ്റ് ഫണ്ടുകളോ അതെല്ലാം തന്നെ ഇതിലേക്ക് വിനിയോഗിക്കാവുന്ന നിധി സർക്കാർ രൂപീകരിക്കുന്നു. ആരെങ്കിലും ജപ്തി നേരിട്ട് കഴിയുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ജില്ലാതല സമിതിയെ സമീപിക്കാം. കളക്ടറും ജില്ലാ ബാങ്ക് അധികൃതരും മറ്റുദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന ഈ കമ്മിറ്റി ഈ എലിജിബിലിറ്റി പരിശോധിക്കും. അവർ ഈ വായ്പാ പരിധിയിൽ പെടുന്നവരാണോ, അവർ മറ്റു സ്വത്തില്ലാത്തവരാണോ, അവരുടേതല്ലാത്ത കാരണം കൊണ്ടാണോ ഇതിലേക്ക് അവസ്ഥയിലേക്ക് എത്തിയത്, ഇത്തരം കാര്യം പരിശോധിക്കും. അതിനകത്ത് ബാങ്കിൻ്റെ പ്രതിനിധി കൂടി ഉണ്ടാകും. പിന്നീട് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒത്തുതീർപ്പ് വഴി പണം കുറയ്ക്കാൻ, ബാധ്യത കുറയ്ക്കാൻ കഴിയുമോ, സെറ്റിൽ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഒരാൾക്ക് 5 ലക്ഷം രൂപ ഇതിനകത്ത് വായ്പ 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. 10 ലക്ഷം രൂപയിൽ കൂടുതൽ മൊത്തം ബാധ്യത, പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും ഒക്കെ കൂടിയാലും 10 ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ല എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു 8 ലക്ഷം രൂപയാണ് ഈ ബാധ്യതയായി നിൽക്കുന്നതെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 6 ലക്ഷത്തിന് ബാങ്ക് തീർക്കാൻ തയ്യാറാണ്. ഇവർക്ക് അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് പരിഹരിക്കാൻ കഴിയും. എന്നാൽ ഈ 8 ലക്ഷം ബാധ്യതയുണ്ട്, അവർക്കൊരു 3 ലക്ഷമാണ് പരമാവധി അവർക്ക് അടയ്ക്കാൻ കഴിയുന്നുള്ളൂ. ജപ്തി ഒഴിവാക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ബാക്കി 5 ലക്ഷം ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും. ഒട്ടും കഴിയാത്തതാണെങ്കിൽ പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ശുപാർശ അവർ സംസ്ഥാനതല സമിതിക്ക് നൽകും. സംസ്ഥാനതല സമിതി ആസൂത്രണ വകുപ്പിൻ്റെ സെക്രട്ടറി നേതൃത്വം നൽകുന്ന സമിതി SLBCയുടെ പ്രതിനിധി കൂടി ഉണ്ടാകും. അവർ ഇത് പരിശോധിച്ചുകൊണ്ട് അനുകൂലമായ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ജില്ലാ കളക്ടർ ഈ ബാങ്കിന് നൽകേണ്ട പണം, അത് പൊതുമേഖലാ ബാങ്കാകാം, സഹകരണ ബാങ്കാകാം, അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കാകാം, നോട്ടിഫൈ ചെയ്യുന്ന KSFO KFC പോലെ പിന്നീട് സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന ബാങ്കുകളാകാം, ആ ബാങ്കുകൾക്ക് ജില്ലാ കളക്ടർ ഈ പണം, തീരുമാനമെടുക്കുന്ന പണം ഗവൺമെൻറ് ഈ നിധിയിൽ നിന്ന് ജില്ലാ കളക്ടർ കൈമാറുകയാണ്. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ രേഖകൾ ജില്ലാ കളക്ടർക്ക് കൈമാറും. പിന്നെ ഇതിൻ്റെ തുടർന്ന് വരുന്ന ചട്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ഉടമകൾക്ക് ഈ ആധാരം മറ്റ് രേഖകൾ കൈമാറുക. ഒരു തവണ മാത്രമേ, ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ആ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാധ്യമങ്ങൾ ഇത്തരം നിയമങ്ങൾ ശരിക്കും ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. സർഫാസി നിയമത്തിന് ഭേദഗതിയല്ല, സർഫാസി നിയമവുമായി ബാങ്കുകൾക്ക് കടം എഴുതി തള്ളാനുള്ള ഭേദഗതിയുമല്ല. ബാങ്കുകൾക്ക് ലഭിക്കേണ്ട പണം സർക്കാർ തന്നെ ഏറ്റെടുക്കുന്ന, അർഹമായവർക്ക്, ദരിദ്രമായ ആളുകളുടെ ഉത്തരവാദിത്വം സർക്കാർ തന്നെ ഏറ്റെടുക്കുന്ന ഏറ്റവും പുരോഗമനപരമായ ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ കേരള നിയമസഭ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഈ രൂപത്തിലുള്ള ഒരു നിയമ നിർമ്മാണമാണ്. അതുവഴി ഈ സർക്കാരിൻ്റെ പക്ഷം വളരെ വ്യക്തമാണ്. സാധാരണക്കാർ, ദരിദ്ര ജനവിഭാഗങ്ങൾ, ഇത്തരത്തിൽ പ്രതിസന്ധികളിൽ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർ, അവരോടൊപ്പമാണ് ഈ സർക്കാർ എന്ന് വ്യക്തമാക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിയമം പാസാക്കിയതിൽ കേരള നിയമസഭയ്ക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം.